ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് നാരായണീയം തുടരുന്നു. ജഗത്സൃഷ്ടിപ്രകാര വർണ്ണനം. ദശകം 9. ശ്ലോകം 1, 2, 3, 4. മലയാള വിവർത്തനം. അങ്ങയുടെ നാഭിയിലുള്ള താമരപ്പൂവിൻ്റെ അകത്തിരിക്കുന്ന ബ്രഹ്മാവ് ഈ പ്രളയജലത്തിൽ എവിടെ നിന്നാണ് ഈ പുഷ്പം ഉണ്ടായിരിക്കുന്നതെന്നറിയാതെ അതിൻ്റെ ഉത്ഭവസ്ഥാനം കണ്ടുപിടിക്കാനായി 4 വശവും മുഖവും തിരിച്ചു നോക്കുകയാൽ വിടർന്നിരിക്കുന്ന 8 കണ്ണുകളോട് കൂടിയ അരവിന്ദ സദൃശ സുന്ദരമായ 4 മുഖങ്ങളുള്ളവനായി തീർന്നു. മഹാസമുദ്രത്തിൽ ഇളകിക്കൊണ്ടിരിക്കുന്ന വെറും ആ താമരയെ മാത്രം കാണുകയും അതിന് ആശ്രയഭൂതമായ നിൻ തിരുവടിയുടെ ശരീരത്തെ കാണാതിരിക്കുകയും ചെയ്യുകയാൽ വിശാലമായ പത്മത്തിനകത്ത് യാതൊരു സഹായവുമില്ലാത്ത ഈ ഞാൻ തന്നെ ആരാണ്? ഈ താമരപ്പൂ എവിടെ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്? എന്നിങ്ങനെ ബ്രഹ്മദേവൻ ആലോചന തുടങ്ങി. ഊഹാപോഹ ബുദ്ധിയോടു കൂടിയ ബ്രഹ്മദേവനാകട്ടെ ഈ താമരപ്പൂവിന് എന്തെങ്കിലും ഒരു ആധാരം ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും എന്നീ പ്രകാരം ആലോചിച്ചു. തൻ്റെ യോഗശക്തിയോടു കൂടിയ ആത്മജ്ഞാനം കൊണ്ട് പ്രളയത്തിലുള്ള ദ്വാരം വഴിയായി കീഴോട്ടിറങ്ങി. എങ്കിലും ദിഗന്ധസുന്ദരമായ അങ്ങയുടെ തിരുമേനിയെ കണ്ടെത്താനായില്ല. ബ്രഹ്മദേവൻ അനന്തരം ആ താമരവളയത്തിൻ്റെ എല്ലാ സുഷിരഭാഗങ്ങളാകുന്ന മാർഗങ്ങളിലും പ്രവേശിച്ചു. അന്വേഷിക്കുന്നവനായി 100 ദിവ്യസംവത്സരങ്ങൾ പ്രയത്നിച്ചിട്ടും ഒന്നും തന്നെ കണ്ടെത്താനാവാത്ത അങ്ങയുടെ കാരുണ്യത്തെ മാത്രം കാംക്ഷിക്കുന്നവനായിട്ട് ഏകാഗ്രമായ ബുദ്ധിയോടുകൂടി സമാധിയിലുള്ള സധൈര്യത്തെ കൈക്കൊണ്ടു. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണം.